അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ആതിര മധു. മാമ്പഴവും മാമ്പഴക്കാലവും കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും എല്ലാം ഇന്ന് മലയാളിക്ക് അന്യം. സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തുന്ന മലയാളി സമൂഹം കുരിപ്പുഴ ശ്രീകുമാറിന്റെ കവിത ശ്രവിച്ചെങ്കിലും ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുമെന്ന പ്രത്യാശയോടെ അമ്മ മലയാളം. ആതിര, സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് സ്വാഗതം. എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആതിര. എനിക്ക് തോന്നുന്നു ഈ 9 മത്സരാർത്ഥികൾക്കിടയിൽ പാവക്കുട്ടി എന്ന പേരുള്ള ഒരാളാണെന്ന് തോന്നുന്നു. എന്താണ് ആ കവിതയുടെ പ്രമേയം? എന്താണ് അത്? ഇപ്പോ സമ്പത്തും സ്വാർത്ഥതയ്ക്കും വേണ്ടി സ്വന്തം ഭാഷ, സംസ്കാരം എല്ലാം മറക്കുന്ന മലയാളിയെ കുറിച്ച് വേദനയാണ് കവി പറയുന്നത്. നന്നായി കവിത ചൊല്ലുക. കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിന്റെ ഈണച്ചതിച്ചേനറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തേറിച്ചു തകർന്നു ചോദിക്കുന്നു, വിറ്റുവോ നീ എന്റെ ജീവിത ഭാഷയെ? ഓലയും നാരായവും കാഞ്ഞിരത്തിന്റെ ചോലയിൽ വച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യ നേത്രം തുറന്നു ചോദിക്കുന്നു, ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ? ചിഞ്ചിലം നിന്നു ചിലങ്കകളൂരിട്ടു നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ, ചുട്ടുവോ നീ എന്റെ കേരള ഭാഷയെ? വീണപൂവിന്റെ ശിരസ് ചോദിക്കുന്നു, പ്രേമ സംഗീത തപസ്സു ചോദിക്കുന്നു, ചിത്രയോഗത്തിൻ നഭസ് ചോദിക്കുന്നു, മണിനാദമാർന്ന മനസ്സ് ചോദിക്കുന്നു, പാടും പിശാച് ശപിച്ചു ചോദിക്കുന്നു, പന്തങ്ങൾ പേറും കരങ്ങൾ ചോദിക്കുന്നു, കളിയച്ഛനെയ്ത കിനാവ് ചോദിക്കുന്നു, കാവിലെ പാട്ടിൻ കരുത്ത് ചോദിക്കുന്നു, പുത്തരിച്ചുണ്ടയായി ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ടു തഴച്ചു ചോദിക്കുന്നു, എവിടെ എവിടെ സഹ്യപുത്രി